മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിൽപ്പെട്ട തണ്ണീർ പുത്തൻകുളം തണ്ണീർക്കായൽ പരിസരത്ത് കുടിവെള്ളമില്ലാതെ ദുരിതത്തിലായിരിക്കുകയാണ് പരിസരവാസികൾ. എടമിനി ബാബുവും സമീപത്തുള്ള 5 വീടുകളിലെ 20ഓളം വരുന്ന കുടുംബാംഗങ്ങളാണ് കുടിവെള്ളത്തിനായി വലയുന്നത്. പഞ്ചായത്ത് വിതരണം ചെയ്യുന്ന വെള്ളം കുടിക്കാൻ പറ്റുന്നില്ലെന്നും ഇവർ പറയുന്നു. നിലവിൽ പൈപ്പ് ലൈനുകൾ ഉണ്ടെങ്കിലും വിതരണം ചെയ്യുന്ന വെള്ളം ലഭിക്കാതെ ഉപയോഗശൂന്യമായ അവസ്ഥയിലാണ്. താണവീഥി ഭാഗത്തെ ഒരു കുടുംബത്തെ ആശ്രയിച്ചാണ് ഇവർ കുടിവെള്ളം ക്യാനിൽ ശേഖരിക്കുന്നത്. പഞ്ചായത്ത് അധികൃതർ അടിയന്തരമായി ഇടപെട്ട് ശുദ്ധജലം ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. ഇവിടെ സ്ഥിരം താമസക്കാരനാണ്. ഞങ്ങൾക്ക് ഏറെ നാളായിട്ട് കുടിവെള്ളത്തിന് യാതൊരു നിവൃത്തിയില്ല. കാരണം ഞങ്ങൾ താണവരിയിൽ 3 കിലോമീറ്ററോളം പോയിട്ടാണ് ഞങ്ങൾ ഒരു ഇത്താടെ വീട്ടിൽ നിന്നാണ് വെള്ളം എടുത്ത് കൊണ്ടിരുന്നത്. അത് അവർ ഫിൽറ്റർ ചെയ്തുള്ള വെള്ളം റോട്ടിലേക്ക് ജനങ്ങൾക്ക് നിത്യോപയോഗത്തിനായിട്ട് കുപ്പിയിലൊക്കെ കൊണ്ടുവരാനുള്ള സംവിധാനമുള്ളൂ. ഞങ്ങൾ ഇതേപോലത്തെ ക്യാൻ കൊണ്ടുപോയിട്ട് വെള്ളം കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അവർ സ്ഥിരമായിട്ട് വെള്ളം എടുക്കാണ്ട് അപ്പോൾ അവർക്ക് മോട്ടർ അടിച്ചിട്ടുള്ള കറണ്ട് ബില്ലും കാര്യങ്ങളൊക്കെ കൂടുതലല്ലേ. സ്ഥിരമായിട്ട് ചെറിയ കുപ്പിയിലൊന്നല്ല കൊണ്ടുവരുന്നത്. അപ്പം അങ്ങനെ കൊണ്ടുവന്നിരുന്നതാണ്. അപ്പോൾ അത് ഇപ്പോൾ ഞങ്ങൾക്ക് തടസ്സപ്പെട്ടുണ്ടായ ഗതികേടാണ് ഇപ്പോൾ. അപ്പോൾ ഞങ്ങൾക്ക് തീരെ നിവൃത്തിയില്ല. വെള്ളം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ 13-ാം വാർഡിൽ ഇവിടെ ഓൾറെഡി കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ട്. പക്ഷെ ഇതുവരെ ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല. നിത്യോപയോഗത്തിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പാത്രം കഴുകാനോ കുളിക്കാനോ ഉപയോഗിക്കാനോ പറ്റുള്ളൂ. ആ സമയത്ത് ഇപ്പോൾ ആ വെള്ളത്തിൻ്റെ മോട്ടർ കേടായപ്പോൾ 3-4 പ്രാവശ്യം പൈസ ഒക്കെ എടുത്ത് എല്ലാവരും നാട്ടിൽ കൂടി റെഡിയാക്കി ചെയ്ത് പിന്നെയും വെക്കും. അതുപോലെ തന്നെ വെള്ളം വേനൽക്കാലമായി കഴിഞ്ഞാൽ ഈ മോട്ടർ മുകളിലേക്ക് വെള്ളം എടുക്കാണ്ട് കത്തിപ്പോവും. ആ കത്തിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ആ കുറച്ച് ദിവസം പിന്നെ വെള്ളം നമുക്ക് കിട്ടാറില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇപ്രാവശ്യം കുടിവെള്ളം എന്ന് പറഞ്ഞിട്ട് അവർ വലിയ ടാങ്കറിൽ വെള്ളം അടിച്ചു തന്നു. അപ്പോൾ അവർ എവിടുന്ന വെള്ളം കൊണ്ടുവരുന്നുള്ള കാര്യം അവർ ചോദിച്ചിട്ടില്ല. ഓൾറെഡി അവർക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്, നല്ല വെള്ളത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അവർ വൃത്തിഹീനമായുള്ള വെള്ളമാണ് ഇവിടെ കൊടുന്ന് അടിച്ചിരുന്നത്. ഞങ്ങൾ അറിഞ്ഞില്ല, നോക്കിയില്ല. ഞങ്ങൾ കുട്ടികളും എല്ലാവരും കുടിച്ചേർന്നാണ്. അതേസമയം പഞ്ചായത്തിലും വാർഡിലുമെല്ലാം സമാനമായ രീതിയിലാണ് കുടിവെള്ള വിതരണം നടക്കുന്നതെന്ന് വാർഡ് മെമ്പർ രാജശ്രീ ഗോപകുമാർ വ്യക്തമാക്കി. കുടിവെള്ളക്ഷാമം നേരിടുന്ന ഈ മേഖലയിലെ വാട്ടർ ടാങ്കിന് സമീപമുള്ള മോട്ടോർ മാറ്റി സ്ഥാപിച്ച് പുതിയ മോട്ടോർ എത്തിക്കാനുള്ള അടിയന്തര നടപടികൾ കൈക്കൊള്ളുമെന്നും വാർഡ് മെമ്പർ അറിയിച്ചു. ഈ കുടിവെള്ളം വിതരണം ചെയ്യുന്ന മറ്റു പല വാർഡിന്റെ പല ഭാഗങ്ങളിലും കുടിവെള്ളം വിതരണം ചെയ്യുന്നുണ്ട്. ആ സ്ഥലങ്ങളിൽ പോയി എല്ലാവരും അഭിപ്രായം ചോദിച്ചപ്പോൾ ആർക്കും ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിട്ടില്ല. അതിനാൽ നമ്മുടെ 13-ാം വാർഡിൽ മാത്രമല്ല, മുല്ലശ്ശേരി പഞ്ചായത്തിന്റെ 16 വാർഡുകളിലും ഈ കുടിവെള്ളം തന്നെയാണ് വിതരണം ചെയ്തിട്ടുള്ളത്. ആരുടെ ഭാഗത്തു നിന്നും ഇതുവരെയായി ഇങ്ങനെ ഒരു അഭിപ്രായം ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ നമ്മുടെ വാർഡിൽ ഓൾറെഡി കുടിവെള്ള പ്രശ്നമുണ്ട്. അത് കുടിവെള്ള കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അവരുടെ അഭിപ്രായ പ്രകാരം പുതിയൊരു മോട്ടറിന് വേണ്ടിയിട്ടുള്ള നടപടികളെല്ലാം പഞ്ചായത്ത് ഏറ്റെടുത്ത് വരികയാണ്. ഇതിന് ഒരു 2-3 മാസത്തിനുള്ളിൽ പുതിയൊരു ഫണ്ട് വന്നതിന് ശേഷം പുതിയൊരു മോട്ടോർ വെച്ച് കുടിവെള്ളം പുനഃസ്ഥാപിക്കാനാണ് പഞ്ചായത്ത് ഭരണസമിതിയും കുടിവെള്ള കമ്മിറ്റിയുമായി തീരുമാനിച്ചിട്ട് പോകുന്നത്.